ഇടുക്കി നെടുങ്കണ്ടത്തെ ചന്ദനമോഷണ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. ചന്ദന മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയായ അഖിലാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. ഇടുക്കിയിൽ നെടുങ്കണ്ടം കേന്ദ്രീകരിച്ച് നടന്ന ചന്ദനമോഷണ കേസിലെ പ്രധാന കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായ അഖിൽ. ഇയാളെ തൂക്കുപാലത്ത് വെച്ച് പിടികൂടാൻ വനംവകുപ്പ് ശ്രമിച്ചിരുന്നെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ടു. തുടർന്ന് ആളൊഴിഞ്ഞ വീട്ടിൽ രഹസ്യമായി കഴിഞ്ഞിരുന്ന അഖിലിനെ ഈ വീട് വളഞ്ഞ് അതിസാഹസികമായി വനംവകുപ്പ് പിടികൂടി. പിടിയിലായ അഖിലിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ചന്ദനമോഷണവുമായി ബന്ധപ്പെട്ട് വൻ മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വനംവകുപ്പിന് ലഭിച്ചു. ഇവർക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. റേഞ്ച് ഓഫീസർ അനിൽകുമാർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോജി എം ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. നെടുങ്കണ്ടം തൂക്കുപാലം ഭാഗത്ത് ഉണ്ടെന്നറിഞ്ഞ സ്റ്റാഫ് നിങ്ങളെല്ലാം കൂടി അവനെ വളയുകയും എന്നാൽ വളരെ കഠിനമായ പരിശ്രമം നടത്തിയെങ്കിൽ പോലും കിയാൻ ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. തുടർന്ന് തൂക്കുപാലം ഭാഗത്ത് അതിനുള്ള ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ കിയാനുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ ഇയാളെ വളരെയധികം കഷ്ടപ്പെട്ടു പരിശ്രമിച്ച് പിടിവിടുകയും ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല പ്രതികളും ഒളിവിലാണ്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് നെടുങ്കണ്ടം പൈലിക്കാനത്തു നിന്നും ചന്ദനമരം മുറിച്ചു കടത്തിയത്. കോട്ടയം DFO പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയായിരുന്നു. ജില്ലയിലാകെ ദിവസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിൽ ഒടുവിൽ 6 പ്രതികളെ വനംവകുപ്പ് വലയിലാക്കി. 140 കിലോ ചന്ദനവും കടത്തിക്കൊണ്ടുപോയ വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.